അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിലും അതുപോലുള്ള പണ്ഡിതന്മാർ സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മി എന്നതിന്റെ തെളിവായി ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ റിപ്പോർട്ടിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സബ്ഉ ആയാത്തിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തിൽ 7 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദാഹുന്ന, അതിൽ ഒരു സൂക്തമാണ്, ഒരായത്താണ് അതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. വഹിയ സബ്ഉൽ മസാനി, അതാണ് ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ. വൽ ഖുർആനുൽ അസീം, ഖുർആനുൽ അസീം എന്ന് പേരുള്ളതും ആ സൂറത്തിന് തന്നെ. വഹിയ ഉമ്മുൽ ഖുർആൻ, അത് ഉമ്മുൽ ഖുർആനാണ്. വഹിയ ഫാത്തിഹത്തുൽ കിതാബ്, അത് ഫാത്തിഹത്തുൽ കിതാബാണ്. ഇങ്ങനെ ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആകയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളതാണെന്ന് ധാരാളം റിപ്പോർട്ടുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റുള്ള പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പുറമെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെയും ധാരാളം റിപ്പോർട്ടുകൾ നേരത്തെ പറഞ്ഞത് കൂടാതെ മറ്റുള്ള സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്നു. ആ പള്ളിയിലിരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം സംഭവിച്ചതിന് ശേഷമാണ് ചിരിച്ചത്. സഹാബത്ത് ചോദിച്ചു, മാ അദ്ഹക യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തങ്ങൾ ചിരിക്കാൻ കാരണം? അവിടുന്ന് പറഞ്ഞു, നസലത്ത് അലയ്യ സൂറത്തുൻ ആനിഫൻ, ഇപ്പോൾ എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. അതെന്താണ്? അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്. ഫഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞ് ബിസ്മി ഓതിക്കൊണ്ട് ഇന്നാ അഅതൈനാകൽ കൗസർ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ ഫാത്തിഹയുടെ തുടക്കത്തിൽ മാത്രമല്ല മറ്റുള്ള സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അതദറൂന മൽ കൗസറു, എന്താണ് കൗസർ എന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് അല്ലാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹു നഹറുൻ വഅദനീഹി റബ്ബി അസ്സ വജല്ല, എനിക്ക് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്ത ഒരു വല്ലാത്ത നദിയാണത്. അലൈഹി ഖൈറുൻ കസീർ, ധാരാളം ഖൈറുകൾ ആ നദിയുടെ സമീപത്തുണ്ട്. വഹുവ ഹൗലുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ സമുദായം ആ നദിയുടെ സമീപത്ത് എന്നിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടി വരും. ആനിയത്തുഹു അദദു നുജൂബിസ് സമാ, അവിടെയുള്ള പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളാണ്. അവിടെ വെച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തുകൾക്ക് വെള്ളം കൊടുക്കും. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും അവിടുത്തെ കൈകൊണ്ട് വെള്ളം തരണം റഹ്മാനേ. അവിടെ വെച്ച് ചില ആളുകൾ ഹൗദിന്റെ അടുക്കൽ വെള്ളം കുടിക്കാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിഭാഗം അന്ന ബഅദന്നാസി ഫിൽ മൗഖിബി യസൂന ഇലൽ ഹൗദി യശ്റബൂ, വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിലർ സമീപിക്കുന്നു. ആ സമയത്ത് അവരെ പിടിച്ചു മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വെള്ളം കൊടുക്കാൻ ആദ്യം ഒരുങ്ങുമ്പോൾ അല്ലാഹു പറയുന്നു, നബിയെ, തങ്ങളുടെ ദീനിൽ മാറ്റിമറിച്ചിട്ടുള്ള ആളുകളാണവർ, തങ്ങളുടെ ദീനിലില്ലാത്ത ആശയം കൊണ്ടുവന്നവരാണവർ, ഉള്ള ആശയങ്ങൾ മാറ്റിമറിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കൊടുക്കാൻ തങ്ങൾക്ക് പാടില്ല എന്ന് അല്ലാഹു പറയുമ്പോ സുഹ്ഖൻ സുഹ്ഖാ, പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാമിൽ മാറ്റം വരുത്തി ദീനിൽ നിന്ന് അകന്നു പോയ ആളുകളെ അവിടെ വെച്ച് പുറത്താക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമല്ല മറ്റുള്ള സൂറത്തുകളിലും ഉള്ളത് തന്നെയാണ്, തുടക്കത്തിലുള്ളത് തന്നെയാണ് ബിസ്മി എന്നതിന് ധാരാളം തെളിവുകൾ ഹദീസിലുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അബൂജഹൽ ഒരു ദിവസം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയൊരു സമ്മേളനം.
അബൂജഹൽ പറയുകയാണ്, ഈ ഖുർആൻ മുഹമ്മദ് ഓതിയിട്ട് പലരും അതിൽ ആകർഷിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും നല്ല സിഹർ അറിയുന്ന, മാരണ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരാൾ പോയിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ കൈവശത്തിലുള്ളതെന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ തരക്കേടില്ലായിരുന്നു. അപ്പോഴല്ലേ ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന മനുഷ്യൻ, അതെ ഞാൻ സിഹിറിനെ കുറിച്ച് നല്ല വിവരമുള്ളവനാണ്, ഞാൻ പോയി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു ചെന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന്, ഓ മുഹമ്മദേ, നീ എന്തിനാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെയൊക്കെ നീ എന്തിനാണ് നിസ്സാരപ്പെടുത്തുന്നത്? നീ എന്തിനാണ് ആ ദൈവങ്ങൾ ആരാധിക്കരുതെന്ന് പറയുന്നത്? നീ എന്തിനാണ് ഞങ്ങളുടെ ആളുകൾ പിഴച്ചുപോയി എന്ന് പറയുന്നത്? നീ ഉദ്ദേശിക്കുന്നത് നേതൃത്വമാണെങ്കിൽ നിനക്കത് തന്നേക്കാമല്ലോ. നിനക്ക് ആവശ്യം കല്യാണമാണെങ്കിൽ എത്ര വേണമെങ്കിലും കെട്ടിച്ചു തരാമല്ലോ. നിനക്ക് വേണ്ടത് എന്ത് ആവശ്യമാണ്? സമ്പത്താണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് തന്നേക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവൻ വായാടിയായി സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പറയുന്നില്ല. എല്ലാം കേട്ടതിന് ശേഷം മാനമായി, ഏത് എതിരാളിയും സംസാരിക്കുമ്പോൾ മാനമായി കേട്ടുകൊടുക്കാനുള്ള ഒരു സന്മനസ് ഏത് നേതാവിനും വേണമല്ലോ, ഏത് അനുയായിക്കും വേണമല്ലോ. അത് പഠിപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളി പറയുന്നത് മുഴുവനും നിശബ്ദമായി കേട്ടു. മുഴുവനും കേട്ടതിന് ശേഷം ചോദിച്ചു, അഫറഗ്ത യാ അബുൽ വലീദ്. അബുൽ വലീദ്, അദ്ദേഹത്തിനെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുന്ന ആളുകൾ വിളിക്കുന്ന അതേ പേരാ വിളിച്ചത്. അബുൽ വലീദ്, നിങ്ങളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്നാ കേട്ടോളൂ, കേട്ടോളൂ കേൾക്കാം എന്ന് പറഞ്ഞു ഉത്ബത്ത്. അപ്പോഴങ്ങ് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം, തൻസീലും മിനർ റഹ്മാനിർ റഹീം, കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ എന്ന സൂറത്ത് ഓതിയിട്ട് എല്ലാ കാര്യങ്ങളും വിവരിക്കപ്പെടുന്ന അറബി ഭാഷയിലുള്ള ഖുർആൻ അത് ചിന്തിച്ച് ഗ്രഹിക്കുന്ന, പഠിക്കുന്ന, അറിയുന്ന ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന ഗ്രന്ഥമാണ്. അത് റഹ്മാനും റഹീമുമായ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നിങ്ങനെ ബിസ്മി ഓതിക്കൊണ്ട് തന്നെ സൂറത്ത് ഓതിക്കൊടുത്തു. അപ്പൊ ബിസ്മി തുടക്കത്തിൽ ഓതിയിട്ടാണ് സൂറത്ത് ഓതിയത്. ഇതാണ് ഞാൻ ഈ സംഭവം പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ടെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓതിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ അറദൂ ഫഖുൽ അൻദർതുകും സായിഖതൻ മിസ്ല സായിഖതി ആദിൻ വസമൂദ്. പൂർവകാലത്ത് അമ്പിയാക്കളെ ധിക്കരിച്ചതുകൊണ്ട് അതേ ഭയാനകമായ ശിക്ഷ ലഭിച്ച് നശിപ്പിക്കപ്പെട്ടു പോയ വലിയ ശക്തന്മാരും കേവന്മാരുമായ ആദ് സമൂദ് ഗോത്രക്കാർക്ക് സംഭവിച്ച വലിയ ശിക്ഷയുണ്ടല്ലോ, അതുപോലുള്ള ശിക്ഷ ഈ ഖുർആൻ അംഗീകരിക്കാതെ തിരിഞ്ഞു പോകുന്നവർക്ക് സംഭവിക്കുമെന്ന് താക്കീത് ചെയ്യുന്ന ആയത്ത് ഈ സൂറത്തിൽ നിന്ന് ഓതിയപ്പോൾ فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود എന്ന ആയത്തങ്ങ് കേട്ടപ്പോ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന ഉത്ബത്ത് ഇബ്നു റബീഅത്തിന്റെ മനസ്സിലേക്ക് ഖുർആൻ തുളച്ചങ്ങ് കയറി. ഉത്ബത്ത് ഇബ്നു റബീഅത്തിന് പിന്നെ